ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറ് നമ്മളെ വിട്ടുപോയിട്ട് 37 വർഷം കഴിഞ്ഞു. അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 37 വർഷമായിട്ടും ജനഹൃദയങ്ങളിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാള സിനിമാ പ്രേമികളെ എല്ലാ നടന്മാരെ വിസ്മരിച്ചാലും നസീർ സാറിനെ ഒരിക്കലും മറക്കില്ല. അത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു നടനാണ് നസീർ സാർ. ഇപ്രാവശ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നസീർ അനുസ്മരണ ഉണ്ട്. അതിൽ തിരുവനന്തപുരത്തുള്ള കൊല്ലം ജില്ലയിലുള്ള ജോൺസൺ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഈ അടുത്ത ദിവസം. അദ്ദേഹം കളക്ട്രേറ്റിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. പണ്ടൊക്കെ ഇപ്പോൾ റിട്ടയർഡായി. അദ്ദേഹത്തിന് സ്വന്തമായി കാറും എല്ലാം സർക്കാർ വകയുള്ള അത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ കളക്ട്രേറ്റിൽ റിട്ടയർഡായി. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചിരുന്നു തിരുവനന്തപുരത്തേക്ക് പ്രാവശ്യം അനുസ്മരണത്തിന് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ജോലിയുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു. അതേപോലെ മലപ്പുറത്ത് നിന്ന് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ ഇപ്പോൾ മിഞ്ഞാന്ന് വിളിച്ചിരുന്നു. മലപ്പുറത്ത് ഉള്ള അനുസ്മരണത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ ജോലിയുള്ളതുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് നോട്ടീസിലൊന്ന് പേരടിച്ചേക്കല്ലേ എന്ന് പറഞ്ഞു. അയ്യോ, താങ്കൾ എന്തായാലും വരണം. താങ്കളാണ് യൂട്യൂബ് ചാനലിൽ നസീർ സാറിനെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി. അതുകൊണ്ട് താങ്കൾ വന്നേ പറ്റൂ എന്ന് പറയുന്നത് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിപ്പോയി. ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് നിരസിച്ച്. പിന്നെ AB രാജ് പ്രശസ്ത ഡയറക്ടർ AB രാജ്, AB രാജിൻ്റെ മകൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. താങ്കളുടെ അവലോകനങ്ങളെല്ലാം ഞാൻ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയൊരു ബഹുമതിയായിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നാണ്. അപ്പോൾ നസീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നസീർ സാറ് ഇവിടെ ചെയ്തു വെച്ച് പോയേക്കുന്ന റെക്കോർഡുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ 400 സൂപ്പർ ഡൂപ്പർ ഹിറ്റ്, 50 ബ്ലോക്ക് ബസ്റ്റർ ലോക സിനിമാ ചരിത്രത്തിൽ വേറൊരു നടനുമില്ല. ആകെ 1-2 ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയാൽ തന്നെ വലിയ ബഹുമതിയായിട്ട് കാണുന്ന ആൾക്കാരാണ് മറ്റ് നടന്മാർ. ഇതിനധികം വരുന്ന അമിതാഭ് ബച്ചന് പോലും 18 ബ്ലോക്ക് ബസ്റ്ററേ ഉള്ളൂ. രജനീകാന്തിന് അത്രയും ഇല്ല. അങ്ങനെ ഇരിക്കുക നസീർ സാറിന് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ സമയത്ത് MGR, ശിവാജി, NT രാമറാവു, രാജ്കുമാർ, ദേവാനന്ദ് ഇവരൊക്കെ നസീർ സാറിനെ നേരിട്ടിട്ടും ഫോണിലും വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ആ റെക്കോർഡൊന്നും ഇനി ആർക്കും തകർക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നസീർ സാറിനെ കുറിച്ചിട്ട് നമുക്കൊരു സ്മരിക്കാൻ അദ്ദേഹത്തിനെ കുറിച്ചൊരു അദ്ദേഹം പാടിയൊരു പാട്ട് പാടാം. ഞാനതിൽ പാട്ട് പാടുമ്പോൾ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്, നിങ്ങളെ പാടരുതെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവരോടൊരു കാര്യം ചോദിക്കുക, ഈ പാട്ടെന്ന് പറഞ്ഞാൽ ആരുടെയും കുത്തകയല്ല. യേശുദാസിനെ പാടാൻ പാടുള്ളൂ, ജയന്തരൻ ചേട്ടനെ പാടാൻ പാടുള്ളൂ, മുഹമ്മദ് റാഫിക്കെ പാടാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും പാട്ട് പാടും, അവരവരുടേതായ സൗണ്ടിൽ പാടും. അത് ചില മോശം സൗണ്ടായിരിക്കും, ചില നല്ല സൗണ്ടായിരിക്കും. എല്ലാവർക്കും റഫി സാബിൻ്റെ യേശുദാസിൻ്റെ സൗണ്ട് കിട്ടൂല. നമ്മൾക്ക് ഇഷ്ടം പാടാൻ ഇഷ്ടമുണ്ട് പാടലാണ്. അപ്പോൾ നസീർ സാറിന് ഓർമ്മിച്ചിട്ടൊരു പാട്ട് പാടാം. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു, അസ്ഥികൾക്കുള്ളിലോരുന്മാദ വിസ്മൃതിതൻ അജ്ഞാത സൗരഭം പടർന്നു കയറി, ഇതുവരെ അറിയാത്ത പ്രേമഹർഷങ്ങളിൽ അതിൻ്റെ താരുണ്യം അലിഞ്ഞിറങ്ങി. പിന്നെ നസീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നസീർ സാറിൻ്റെ മരണത്തോടുകൂടി മലയാള സിനിമയുടെ തകർച്ചയും തുടങ്ങിയത്. അതായത് മിനിമം ഗ്യാരണ്ടിയുള്ള നടൻ നസീർ സാറ് മാത്രമാണ്. നസീർ സാറ് മരിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു നടൻ ഉണ്ടായില്ല, മിനിമം ഗ്യാരണ്ടിയുള്ള നടനല്ല. മമ്മൂട്ടി, മോഹൻലാലിനൊന്നും മിനിമം ഗ്യാരണ്ടിയില്ല.
മോഹൻലാലിന് നല്ല തിരക്കഥ വേണം, നല്ല കഥ വേണം, എന്നാലേ മോഹൻലാലിൻ്റെ പടം വിജയിക്കും. ശ്രീനിവാസനെ പോലത്തെ കഥ, ലോഹിദാസിനെ പോലത്തെ കഥ എല്ലാം വേണം. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കഥയും നല്ല കഥയും മാത്രം പോരാ, നല്ല സംവിധായകനുമായിരിക്കണം, എന്നാലും മമ്മൂട്ടിൻ്റെ പടം വിജയിക്കും. ഐ.വി. ശശിനെ പോലെ ആളോ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ അങ്ങനെ മമ്മൂട്ടി നന്നായിട്ട് അഭിനയിക്കും. ഈ തല്ലിപ്പൊളി സംവിധായകന്മാരുടെ പടത്തിലൊന്നും മമ്മൂട്ടിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല. ഇപ്പം P.G. വിശ്വംഭരൻ, ജോഷിൻ്റെ എല്ലാം പടത്തിൽ മമ്മൂട്ടിനെ തല്ലിപ്പൊളി അഭിനയിക്കും. അതേപോലെ നസീർ സാറിന് അങ്ങനെയില്ല. നസീർ സാർ ഏത് തല്ലിപ്പൊളി സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ചാലും നസീർ സാറിൻ്റെ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കും. അത് കഥാ തിരക്കഥയൊന്നും വേണ്ട. ചിലപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അമാനുഷികതയായിട്ട് കാണിക്കും. നസീർ സാർ പറക്കുന്നതെല്ലാം ഉണ്ടാവും, എന്നാലും ഫൈറ്റ് സീൻ നസീർ സാർ പറന്നിട്ടടിക്കും, ഇടയ്ക്കിടെ ഇങ്ങനെ പറക്കും. അതൊന്നും ജനങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. അതേസമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അപ്പം തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകും. കാരണം ആ തടിയും വണ്ണം കൊണ്ട് അവർക്ക് പറക്കാനും കഴിയില്ല. നസീർ സാറിന് ഷേപ്പുള്ള ശരീരമാണെന്നല്ല, പറക്കാനെല്ലാം കഴിയും. അപ്പോൾ അങ്ങനെ നസീർ സാറും മറ്റുള്ള നടന്മാരും തമ്മിലുള്ള വ്യത്യാസം. നസീർ സാറിന് ഇപ്പം ഞാൻ ഓർമ്മക്കായിട്ടൊരു പാട്ട് പാടി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.